ഹലോ എവ്രി വൺ, ദിസ് ഇസ് സുജിത് ഭക്തൻ ഫ്രം ടെക് ട്രാവൽ ഈറ്റ് ആൻഡ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ കാസർഗോഡ് ജില്ലയിലുള്ള ബേക്കൽ ഫോർട്ട് എന്ന സ്ഥലമാണ്. ചരിത്രപ്രധാനമായ ഒരു സ്ഥലമാണ് ബേക്കൽ ഫോർട്ട്. നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായതും ഏറ്റവും കാണാൻ ഭംഗിയുള്ളതുമായ ഒരു കോട്ടയാണ് ബേക്കൽ ഫോർട്ട്. അപ്പം നിങ്ങൾ ഇതുവരെ ബേക്കൽ ഫോർട്ട് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ബേക്കൽ ഫോർട്ട് പോവുക. നമുക്ക് ബേക്കൽ ഫോർട്ടിലെ കുറേ കാഴ്ചകളായിട്ട് ചുറ്റിക്കറങ്ങി വരാം. ബേക്കൽ ബീച്ച് പാർക്ക് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് തന്നെയാണ് ബേക്കൽ ഫോർട്ട് വരുന്നത്. രണ്ട് സ്ഥലങ്ങളും കൂടി ഏകദേശം ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ കൊണ്ട് കവർ ചെയ്ത് വെക്കാൻ പറ്റും. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള ധാരാളം വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. 10 രൂപയാണ് കാർ പാർക്ക് ചെയ്യാനായിട്ട് ചാർജസ്. കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലാണ് ഈ ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ കോട്ടയിലേക്ക് കയറാനായിട്ട് ചെല്ലുമ്പോൾ തന്നെ മുമ്പിൽ ആദ്യം കാണുന്നത് ഒരു ക്ഷേത്രമാണ്. കോട്ടയ്ക്ക് പുറത്തൊരു മുസ്ലിം പള്ളിയും കാണാം. ക്ഷേത്രം കഴിഞ്ഞ് അകത്തേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് കാണാവുന്നത് കോട്ടയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ എഴുതിയിട്ടുള്ള ഫലകങ്ങളാണ്. അപ്പോൾ അതിനപ്പുറത്തായിട്ട് ടിക്കറ്റ് കൗണ്ടറുണ്ട്. ആ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് നമുക്ക് എൻട്രി ടിക്കറ്റ്, നിങ്ങൾക്ക് ക്യാമറ മറ്റുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം. അകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാലും അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻ്റനൻസ് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്ന ഒരു കോട്ട തന്നെയാണ് ബേക്കൽ കോട്ട. ധാരാളം നല്ലൊരു പച്ചപ്പും ആ ചെങ്കല്ലിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള പച്ചപ്പൊക്കെ കാണാനായിട്ട്, പ്രത്യേകിച്ച് ഒരു മഴ കൂടെ പെയ്തു നിൽക്കുന്ന ഒരു സമയമാണെങ്കിൽ പൊളിയായിരിക്കും. ഫോട്ടോഗ്രാഫേഴ്സിന് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് ബേക്കൽ കോട്ട. ബേക്കൽ കോട്ട കേരളത്തിലെ ഏറ്റവും വലിയൊരു കോട്ടയാണ്. 35 ഏക്കറിലാണ് ഈ കോട്ട പരന്നു കിടക്കുന്നത്. ഏകദേശം 17-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിലാണ് ഈ കോട്ട പണികഴിപ്പിച്ചത് എന്നാണ് നമുക്ക് ചരിത്രങ്ങൾ പറയുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ചെങ്കല്ല് കൊണ്ടാണ് ഈ കോട്ട ഭൂരിഭാഗവും നിർമ്മിച്ചിരിക്കുന്നത്. സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുകയും ചെയ്യും. ഞങ്ങൾ നേരത്തെ പോയ ബേക്കൽ ബീച്ച് പാർക്ക് കാണുന്നുണ്ട്. അവിടെ ദൂരെ കാണുന്നത്, അവിടെ വന്നാൽ നമുക്ക് നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടു കാണാം. അതേപോലെ ഇവിടെ വന്നാലും നമുക്ക് ആ ഒരു ബീച്ചിൻ്റെ നല്ല കംപ്ലീറ്റ് വ്യൂ, അതായത് ഒരു 180 ഡിഗ്രി വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. കടലിൻ്റെ ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ നമുക്ക് അങ്ങേറ്റം വരെ വ്യൂ കിട്ടും. അവിടെ വരെ കിട്ടും. ശരിക്കും നടന്ന് ഒരു പരുവോ അതിനകത്ത് കയറി കഴിഞ്ഞാൽ. കാരണം എങ്ങനെ പോയാലും ഒരു നടന്ന് ഫുൾ ചുറ്റി കാണണം എന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂർ ഈസിയായിട്ട് എടുക്കും. ചുമ്മാ ഫുൾ ഒരു ഓട്ടപ്രദക്ഷിണം നടത്തി പോകാനാണെങ്കിലും മേളിൽ നിന്ന് കണ്ടിട്ട് പോകാൻ ഒരു 1/2 മണിക്കൂർ മതി. പക്ഷേ ഇറ്റ്സ് വർത്ത് ഇഫ് യു ക്യാൻ എക്സ്പ്ലോർ ഓൾ ദ പ്ലേസസ് ഇൻസൈഡ് ദ ഫോർട്ട്.
ഇവിടെ എല്ലാം നിങ്ങൾക്ക് കാണാം ഓരോ ചെറിയ ചെറിയ ദ്വാരങ്ങളും പിന്നെ അതിനിടയ്ക്ക് എന്താ പറയുക ഇതേപോലെ പീരങ്കികളും മറ്റുമൊക്കെ വെക്കാനുള്ള സ്ഥലങ്ങളൊക്കെ കാണാം. പണ്ട് കാലത്ത് ഈ പറഞ്ഞ പോലെ ശത്രുക്കളും മറ്റുമൊക്കെ നുഴഞ്ഞു വരുന്നത് നോക്കാനും മറ്റുമായിട്ട് നിർമ്മിച്ചിരുന്നതാണ് ഇതൊക്കെ ഉണ്ട്. ഇത് ഇവിടെയൊക്കെ ഓരോ പ്രൊട്ടക്ഷൻ ഏരിയാസാണ്. ഇതൊക്കെ കോട്ടയുടെ കാവലാൾക്കാർ നിൽക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അവർ ദൂരെ നിന്ന് ശത്രുക്കളും മറ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ അവരെ വെടിവെച്ചിടാൻ വെടിയില്ലല്ലോ പണ്ടുകാലം വെടിയില്ലല്ലോ, നമുക്ക് തോക്കില്ലായിരുന്നല്ലോ. അപ്പോൾ മറ്റ് പീരങ്കി പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ശത്രുക്കളെ നേരിടാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ചുറ്റുമതിലാണ് ഇത് കോട്ടയുടെ. അപ്പോൾ അവിടെ കൂടെയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇത് നല്ല എനിക്ക് തോന്നുന്നു ചുറ്റും മൊത്തത്തിൽ നടന്നു വരുമ്പോഴത്തേക്കും ഒരു 2-3 കിലോമീറ്ററെങ്കിലും ഉണ്ടാവണം. അത്രയധികം നടക്കാനുണ്ട് ഇത്. അപ്പോൾ ബേക്കൽ ഫോർട്ടിൻ്റെയും ബേക്കൽ ബീച്ചിൻ്റെയൊക്കെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലെ രസകരമായ കൂടുതൽ യാത്രാ വീഡിയോകൾ പച്ച മലയാളത്തിൽ കിട്ടാനായിട്ട് ടെക് ട്രാവൽ 8 എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.